എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ കഥാനായകൻ ഗോകുവിനെ ആയിരിക്കും കാണിക്കുക. അവൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആ മേഘത്തിന്റെ സഹായത്താൽ താഴ്വരയിലുള്ള അവന്റെ വീട്ടിലേക്ക് എത്തും. വീടൊക്കെ ഒരുപാട് നാളായിട്ട് അവൻ ക്ലീൻ ചെയ്യാതെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീടൊക്കെ നൈസായിട്ടൊന്ന് ക്ലീൻ ചെയ്യും. ഹൗ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, ഞാൻ ആകെ ടയർഡാണ്, എത്രയും വേഗം ആ അപ്പാപ്പന്റെ അടുത്തേക്ക് പോകണം, അവിടെ ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടാവും പറഞ്ഞ് അവൻ വീണ്ടും ആ ഒരു ക്ലൗഡിൽ കയറി അപ്പാപ്പന്റെ വീട് ലക്ഷ്യമാക്കി ഫ്ലൈ ചെയ്തു പോകും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഒരു ഫ്ലൈറ്റ് അതാണെങ്കിൽ സ്പീഡിൽ വന്ന് ഒരു മരത്തിലിടിച്ച് തകർന്ന് താഴേക്ക് വീഴുകയാണ്. ഫ്ലൈറ്റിന്റെ അകത്തുണ്ടായിരുന്നവരാണെങ്കിൽ നൈസായിട്ട് ചാടി ഓരോ മരക്കൊമ്പിലൊക്കെ ആയിട്ട് പിടിച്ചു തൂങ്ങിക്കിടക്കും. അത് മറ്റാരുമല്ല, നമ്മുടെ ബുൽമാൻ ടീം. ബുൽമയാണെങ്കിൽ ഒരു വള്ളിയിൽ പിടിച്ച് തൂങ്ങി ഒച്ചത്തിൽ നിലവിളിച്ച് പറയും, പ്ലീസ് ഗായ്സ് എന്നെ ഒന്ന് രക്ഷിക്കൂ. അതിനാ പന്നിക്കൂട്ടം പറയും, നിന്നെ രക്ഷിക്കാനൊന്നുമില്ല, താഴേക്ക് ചാടിയാൽ മതി. അവൾ താഴേക്ക് നോക്കി ചെറുതായിട്ടൊന്ന് ചിരിച്ച് താഴേക്ക് എടുത്തു ചാടും. പക്ഷെ എന്താ, അവളുടെ കാലിന് കുറച്ച് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ താഴേക്ക് വീഴും. ബൊൽമയാണെങ്കിൽ അവളെ താങ്ങിയെടുക്കും. ഹാൻസം ബോയ് ആണെങ്കിൽ അവളെ താങ്ങിയെടുക്കും. ബൊൽമ, നീ ഓക്കെ അല്ലേ? അതിനവള് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഫ്ലൈറ്റ് അതെങ്ങനെയാ തകർന്നേ, ഇനി നമ്മൾ എങ്ങനെ നമ്മുടെ യാത്ര മുൻപോട്ടേക്ക് കൊണ്ടുപോകും? അതിന് ഹാൻസം ബോയ് പറയും, അതെ, ആ ഫ്ലൈറ്റ് തകർന്നു പോയി. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കും വ്യക്തമായിട്ടില്ല, പക്ഷെ അത് അവസാനത്തെ ക്യാപ്സ്യൂൾ ആയിരുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ വേറെ ക്യാപ്സ്യൂൾസ് ഇല്ല എന്ന് പറയും. അടുത്ത നിമിഷം ആ കാട്ടിൽ എന്തോ അനങ്ങുന്ന ശബ്ദം അതവർ കേൾക്കും. അവർ ചുറ്റും നോക്കും. അവരെ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് വലിയൊരു ഡ്രാഗൺ അതങ്ങനെ ചിറകടിച്ച് പറന്ന് മുകളിലേക്ക് പോകും. ഒൽമയാണെങ്കിൽ അതിനെ കണ്ട് പേടിച്ച് ഇപ്പൊ ഹാൻസം ബോയുടെ കൈ പിടിച്ച് വലിച്ച് അങ്ങനെ ഓടുകയാണ്. അവർക്ക് തൊട്ടു പിന്നാലെ പന്നിക്കുട്ടനും ആ റാബിറ്റും. അവരും ഇപ്പൊ അവിടുന്ന് ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടും. അപ്പൊ അങ്ങനെ സൂം ചെയ്ത് ആ കാട് കാണിക്കും. കാടില് ഒരു പ്രത്യേക തരം പയ്യൻ. അവനാണെങ്കിൽ വമ്പൻ ആക്ഷനും പവറൊക്കെ ഉപയോഗിച്ച് ചുറ്റുമുണ്ടായിരുന്ന മരങ്ങള് അതങ്ങനെ തല്ലി ഒടിച്ച് താഴെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗോകു. അവനാണെങ്കിൽ ഫ്ലൈ ചെയ്ത് താഴ്വരകൾക്കിടയിലൂടെയും കടലിന് മുകളിലൂടെയും കുറുകെയൊക്കെ തന്നെ യാത്ര ചെയ്ത് ഇപ്പോ ആ അപ്പാപ്പന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവൻ ഡോർ നോക്ക് ചെയ്യും, പക്ഷെ അകത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. അവൻ കൊണ്ടുവന്ന അവന്റെ ബെഡും തിങ്സും അതൊരു ഭാഗത്ത് വെച്ച് അവൻ ജനലിലൂടെ അകത്തേക്ക് നോക്കും. അപ്പൊ അവൻ കാണും, അപ്പാപ്പൻ ആളാണെങ്കിൽ ഗേൾസ് എക്സസൈസ് ചെയ്യുന്നത് ആകാംക്ഷയോട് കൂടെ ടി വിയിൽ നോക്കുകയാണ്. ടി വിയുടെ ശബ്ദം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഗോകുവിന്റെ ശബ്ദം അപ്പാപ്പൻ കേൾക്കില്ല. അവൻ പലതവണ വിളിക്കും, പക്ഷെ കേൾക്കാതെ വന്നതിനെ തുടർന്ന് അവൻ ചെവിയിൽ പോയി അപ്പാപ്പന്റെ പേര് വിളിച്ച് അലറും. അതിന് അപ്പാപ്പനാണെങ്കിൽ ടെൻഷനായിട്ട് പറയും, ഓ നോ, നീ ഇങ്ങനെ ഒച്ച വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ രാവിലെ എക്സസൈസ് കാണുകയാണ്, ഇത് കണ്ടാലേ എനിക്കൊരു ഉഷാറുള്ളൂ, നീ എന്തെങ്കിലും കഴിച്ചോ? നീ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ആദ്യം പോയി എന്തെങ്കിലും കഴിക്ക്, അവിടെ ഫ്രിഡ്ജ് ഉണ്ട്, അതിൽ നിനക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഉണ്ടെന്ന് പറയും. അത് കേട്ട് ഗോകു ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം, എന്തിനായിരിക്കും ഈ തണുത്ത പെട്ടിയിൽ ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് ചിന്തിച്ച് അവൻ അത് കുറേശ്ശെയായിട്ട് തിന്നു തീർക്കാനായിട്ട് തുടങ്ങും. അതേസമയം ഇവിടെ ഇന്നത്തെ എക്സസൈസ് അത് അവസാനിച്ച വിഷമത്തിൽ അപ്പാപ്പനാണെങ്കിൽ ടി വിയിലേക്ക് തന്നെ നോക്കിയിരിക്കും. ആളാണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് സ്ട്രെച്ച് ഒക്കെ ചെയ്ത് ഹാപ്പിയായി ഇപ്പൊ ഗോകുവിനെ നോക്കി അവന്റെ അടുത്തേക്ക് വരും. അടുത്ത നിമിഷം ആൾ ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. ഫ്രിഡ്ജ് മുഴുവൻ നമ്മുടെ ആള് കാലിയാക്കിയിരിക്കുകയാണ്. ഓ നോ ഗോകു, നീ എന്തു പണിയായി കാണിച്ചേ? എനിക്ക് ഒരു മാസത്തേക്കുള്ള ഫുഡാണ് ഒറ്റയടിക്ക് നീ ഇല്ലാതാക്കിയത്. ഈ ഫ്രിഡ്ജ് തന്നെ നീ കുളം കോരി. നീ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ? അതിന് ഗോകു ആണെങ്കിൽ അവന്റെ വയറൊക്കെ തിരുമ്മി ക്യാഷ്വലായിട്ട് പറയും, മാസ്റ്റർ ഇത്ര വേഗം മറന്നുപോയോ? ഇപ്പോ ആ ഡ്രാഗൺ ബോൾ വേട്ട അത് നിർത്തി വെച്ചിരിക്കുകയാണ്. ഒരു വർഷത്തേക്ക് ഞാൻ ഫ്രീ ആണ്. മാസ്റ്റർ അടുത്തേക്ക് വരാനും എനിക്ക് ട്രെയിനിങ് തരാമെന്നും പറഞ്ഞത് മാസ്റ്റർ അല്ലേ? അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ താമസിക്കാൻ വന്നതെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ അത് കാണിച്ചു കൊടുക്കും. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഓക്കെ, ആ ഒരു പെൺകുട്ടി അവളെവിടെ, നിനക്ക് അവളെയും കൂടെ ഇവിടേക്ക് കൊണ്ടുവന്നുകൂടായിരുന്നു ചോദിക്കും. അതിന് ഗോകു പറയും, അപ്പാപ്പൻ അന്വേഷിക്കുന്നത് ആ ഉൽമയല്ലേ, അവളും ഫ്രണ്ട്സും ടൗണിലേക്ക് പോയി, ഇപ്പൊ അവരവിടെ അടിച്ചു പൊളിക്കുന്നുണ്ടാവും. കട്ട് ചെയ്ത ഇവിടെ ഉൽമാൻ ടീം അവരാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എങ്ങനെയെങ്കിലും ആ കാട്ടിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണവും വെള്ളവും റെസ്റ്റോ ഒന്നുമില്ലാതെ അവരലയുകയാണ്. അവർ നോൺ സ്റ്റോപ്പായി നിർത്താതെ നടന്ന് ഇപ്പോൾ ഒരു മരുഭൂമിയിലെത്തും. അവിടുന്ന് ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് നടന്ന് കഴിയുമ്പോൾ നമ്മുടെ ഹാൻസം ബോയ് ആണെങ്കിൽ അവന്റെ റാബിറ്റിനോട് ഇപ്പോൾ കോമ്പസായി മാറാനായിട്ട് പറയും. അവൻ കോമ്പസായി മാറേണ്ട താമസം ഇപ്പൊ ഹാൻസം ബോയ് ചെക്ക് ചെയ്യാണ്. ഓ നോ, നമ്മൾ ഇത്ര നേരവും നോർത്തിലേക്കല്ല മറിച്ച് സൗത്തിലേക്കാണ് നടന്നുകൊണ്ടിരുന്നത്. അത് കേട്ട് പന്നിപ്പയ്യനും നമ്മുടെ ഉൽമയും അവർ രണ്ടുപേരും ടയർഡായിട്ട് നിൽക്കും. ഉൽമയ്ക്കാണെങ്കിൽ ഒരടി നടക്കാനായിട്ട് കഴിയില്ല. അവിടെയാണെങ്കിൽ ഭയങ്കര ചൂടും വെയിലും. അത് കണ്ട ഹാൻസം ബോയ് അവൻ അവളുടെ കാലിലെ ബാൻഡേജ് അത് അഴിച്ചു മാറ്റി പുതിയൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ അവൾക്ക് ചെറിയൊരു പ്രണയം. അപ്പൊ ദൂരത്തായിട്ട് നമ്മൾ മുൻപ് കണ്ട ആ മൊട്ടപ്പയ്യൻ അവനാണെങ്കിൽ ആ മരുഭൂമിയിലൂടെ ഓടുകയാണ്. കമോൺ കമോൺ, ഞാനത് നിർത്താൻ പാടില്ല, എനിക്ക് ഇനിയും സ്ട്രോങ് ആവണം, സോ ഞാനത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൻ ഓടുകയാണ്.
കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ നമ്മുടെ അപ്പാപ്പനും ഗോക്കുവും അവർ രണ്ടുപേരും ഹായ് ആയിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അപ്പാപ്പനോട് പറയും, എനിക്ക് ട്രെയിനിങ് എടുത്ത് സ്ട്രോങ് ആവണം, നിങ്ങളെപ്പോലെ പവർഫുള്ളായ ഒരാളായിട്ട് എനിക്ക് മാറണം. അപ്പാപ്പൻ പറയും, അതെല്ലാം ശരി, തീർച്ചയായിട്ടും ഞാൻ നിനക്ക് ട്രെയിനിങ് തരാം. അതിനു മുൻപ് നീ ആദ്യം ഒരല്പം മര്യാദ പഠിക്കണം. അതുമാത്രമല്ല, ഫ്രീ ആയിട്ടൊന്നും ഞാൻ നിനക്കിത് പഠിപ്പിച്ച് തരില്ല. എനിക്ക് കൂട്ടുകൂടാനും ടൈം സ്പെൻഡ് ചെയ്യാനും കഴിയുന്ന ഒരു പെൺകുട്ടിയെ നീ എനിക്ക് കൊണ്ടുവന്ന് തരണം, എങ്കിൽ മാത്രമേ ഞാൻ നിന്നെ പഠിപ്പിക്കൂ. അതിന് ഗോക്കു ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് അവന്റെ ക്ലൗഡിൽ കയറും. അപ്പാപ്പൻ പറയും, വെറും ഒരു സാധാരണ പെണ്ണിനെ അല്ല എനിക്ക് വേണ്ടത്, മെലിഞ്ഞ് സുന്ദരിയായിട്ടുള്ള വെളുത്ത നിറമുള്ള അധികം പ്രായമില്ലാത്ത ഒരു പെണ്ണിനെയാണ് വേണ്ടത്. അതിന് ഗോക്കു പറയും, ഞാൻ നല്ല ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാം. അപ്പാപ്പനാണെങ്കിൽ നാണക്കാരന, ആളാണെങ്കിൽ പല്ലില്ലാത്ത മുഖമൊക്കെ കാണിച്ച് ചിരിച്ച് തല താഴ്ത്തി നിൽക്കും. അതിനുശേഷം ഗോകുവിന്റെ വാല് പോയതിനെ കുറിച്ച് അന്വേഷിക്കും. അതിനവൻ പറയും, ഞാനത് അറിഞ്ഞു, ഒരുപക്ഷെ അതിന് ബോറടിച്ച് കാണും, എന്നല്ലെങ്കിൽ നാളെ അത് എന്റെ അടുത്തേക്ക് തന്നെ മടങ്ങി വരുമെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ അങ്ങനെ ഫ്ലൈ ചെയ്തു പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ അപ്പാപ്പൻ ആളാണെങ്കിൽ ആകെ എക്സൈറ്റ്മെന്റിൽ വീട് മുഴുവൻ ക്ലീൻ ആക്കും. അതിനുശേഷം ഒരുപാട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പെർഫ്യൂം ഒക്കെ അടിച്ച് അങ്ങനെ മിടുക്കനായിട്ട് ഇരിക്കുകയാണ്. ഗോക്കു കൊണ്ടുവരുന്ന പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യാനായിട്ട് ആള് പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്ത് അങ്ങനെ എൻജോയ് ചെയ്തിരിക്കും. അപ്പോഴായിരിക്കും പുറത്ത് ഗോക്കുവിന്റെ ശബ്ദം കേൾക്കുക. അപ്പാപ്പൻ ഹാപ്പിയായി ഡോർ തുറന്ന് പുറത്തേക്ക് വരും. ഒരു ജയന്റ് പെണ്ണ്, അവളെ കണ്ട് അപ്പാപ്പന്റെ കാറ്റ് പോവാണ്. അപ്പാപ്പനാണെങ്കിൽ എന്താ പറയണ്ടെന്നറിയാതെ വീടിന്റെ അകത്തേക്ക് തിരിച്ച് ഓടിപ്പോവും. അതേസമയം ആ മൊട്ടപ്പയ്യൻ അവനാണെങ്കിൽ ഒരു തോണി തുഴഞ്ഞ് ഇപ്പൊ എവിടേക്കോ പോവാണ്. ഇവിടെ അപ്പാപ്പൻ ആളൊരു ഉണ്ട പെണ്ണിന്റെയും ഒരു സ്ലിം പെണ്ണിന്റെയും ഫോട്ടോ കാണിച്ചു കൊടുക്കും. അതിനുശേഷം ഗോകുവിനോട് ചോദിക്കും, ഇതിലാരാണ് മോർ ബ്യൂട്ടിഫുൾ? ഗോകു പറയും, എനിക്കിതിൽ വ്യത്യാസമൊന്നും തോന്നുന്നില്ല, രണ്ടുപേരും പെൺകുട്ടികളാണ്, എനിക്കിവരെ രണ്ടുപേരെ ഇഷ്ടപ്പെട്ടു. അതിന് അപ്പാപ്പനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുത്ത് ആ ജയന്റ് പെണ്ണിന്റെ ഫോട്ടോ അത് മാറ്റി സ്ലിം പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. എനിക്ക് ഇതുപോലുള്ള പെൺകുട്ടികളെയാണ് ആവശ്യം. അതിനും ഗോകു ഓക്കെ പറഞ്ഞ് ക്ലൗഡിൽ കയറി ഫ്ലൈ ചെയ്തു പോകും. അപ്പാപ്പനാണെങ്കിൽ വീടിന്റെ പുറകില് ഗോകുവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അല്പസമയം കഴിഞ്ഞ് ഗോകു ആണെങ്കിൽ അതിസുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണുമായിട്ട് മടങ്ങി വരും. അപ്പാപ്പനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഓ നോ, ഇവൻ ഇത്രയും വേഗം കാര്യം സാധിച്ചോ, എനിക്ക് ഈ പെൺകുട്ടി ഒരുപാട് ഇഷ്ടമായി, താങ്ക്സ് ഗോകു എന്ന് പറഞ്ഞ് അപ്പാപ്പനാണെങ്കിൽ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വരും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്, അതൊരു പെണ്ണല്ല, ഒരു മർമെയ്ഡാണ്. പക്ഷെ അപ്പാപ്പന് നിരാശയൊന്നുമില്ല. വാവ്, സത്യത്തിൽ നീ സുന്ദരിയാണ്, ഞാൻ ഹാഫ് ആമയും നീ ഹാഫ് ഫിഷുമാണ്, കുഴപ്പമില്ല, നമുക്ക് രണ്ടുപേർക്കും എന്റെ വീടിന്റെ അകത്തേക്ക് പോയി ഉത്സവത്തിൽ ഏർപ്പെട്ടാലോ ചോദിക്കും. അതിൽ കലിയിളകിയ ആ മർമെയ്ഡാണെങ്കിൽ അപ്പാപ്പന്റെ മുഖത്ത് പഞ്ച് ചെയ്ത് വെള്ളത്തിലേക്ക് എടുത്തു ചാടി സ്വിം ചെയ്ത് പോവും. അപ്പാപ്പനാണെങ്കിൽ നൈസായിട്ട് ചമ്മി ഗോകുവിനെ നോക്കും. ഇതാണ് ആദ്യത്തെ പാഠം, എപ്പോ വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും നമുക്ക് അറ്റാക്ക് വരാം. കൂടെ നിൽക്കുന്ന ചില തെണ്ടികൾ പോലും നമ്മൾ അറ്റാക്ക് ചെയ്തേക്കാം. നമ്മൾ എപ്പോഴും ഏത് സമയത്തും അവെയർ ആയിരിക്കണം. ഇത് നിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അടുത്ത ക്ലാസ് വേണമെങ്കിൽ നീ നല്ലൊരു സുന്ദരി പെൺകുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവരണം. പകുതി മീനായിട്ടുള്ള മർമെയ്ഡുകളൊന്നും എനിക്ക് വേണ്ട, ഒരു പ്രോപ്പർ പെൺകുട്ടിയെ, എന്തിനും തയ്യാറായ നല്ലൊരു പെൺകുട്ടിയെ. ഗോകുവിനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പെൺകുട്ടികളെ വേണമെന്ന് ചോദിക്കും. അതിന് അപ്പാപ്പൻ പറയും, അതെ, ഇതാണ് പറ്റിയ അവസരം, ആ ആമ അവനിവിടെ ഇല്ല. ഈ സമയത്ത് എനിക്കൊന്ന് എൻജോയ് ചെയ്യണമെന്ന് പറയുമ്പോഴായിരിക്കും ദൂരത്തുനിന്നായിട്ട് ആരോ അവിടേക്ക് വരുന്നതായിട്ട് കാണുക. അപ്പാപ്പൻ ഇത് അയാളുടെ ആമയാണോ ചോദിക്കും. അതിന് ഗോകു പറയും, അയ്യോ അല്ല, അതാരോ ബോട്ടിൽ ഇവിടേക്ക് തുഴഞ്ഞു വരികയാണ്, വരുന്നത് മറ്റാരുമല്ല, ആ മൊട്ടപ്പയ്യനാണെങ്കിൽ അവന്റെ തോണിയിൽ ആഞ്ഞു ചവിട്ടി അങ്ങനെ ഫ്ലൈ ചെയ്ത് തലകുത്തി അവിടെ ഒന്ന് ലാൻഡ് ചെയ്യാണ്. അപ്പാപ്പനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇതാരാണ്, എനിക്ക് ആരാന്ന് മനസ്സിലായില്ല, ഗോകു നീ അവനെ നോർമലാക്ക്. ഗോകു ആണെങ്കിൽ അവന്റെ കാലിൽ പിടിച്ച് വലിച്ച് നേരെ ആക്കുകയാണ്. അവനാണെങ്കിൽ അവന്റെ തലയൊക്കെ തട്ടിക്കൊട്ടി ഇപ്പൊ അപ്പാപ്പനോട് പറയും, ഞാൻ ദൂരത്തുനിന്നുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്, അങ്ങയുടെ പവറുകളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് അങ്ങയുടെ അണ്ടറിൽ ട്രെയിൻ ചെയ്ത് പവർഫുൾ ആയിട്ടുള്ള ഒരാളായി മാറണം. അതിന് അപ്പാപ്പൻ പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഇവിടേക്ക് വെറുതെ കയറി വരുന്നവർക്ക് എല്ലാവർക്കും ഞാൻ ട്രെയിനിങ് കൊടുക്കാറില്ല. ഉടനെ ആ മൊട്ടപ്പയ്യനാണെങ്കിൽ ഒരു ഫയർ ബുക്ക് എടുത്ത് അപ്പാപ്പന് കൊടുക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ബുക്കാണ്, ഇത് വായിച്ചു നോക്കിയതിനു ശേഷം എന്നെ ആക്സെപ്റ്റ് ചെയ്താൽ മതി. അത് കണ്ട് അപ്പാപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആള് ബുക്കിലെ കഥയും ഒക്കെ കണ്ട് ഭയങ്കര ഹാപ്പി. മൊട്ടപ്പയ്യനാണെങ്കിൽ ഇപ്പൊ ഗോകുവെ കളിയാക്കും. അതിന് ഗോകു പറയും, എനിക്ക് മാഷ് മെല്ലോസ് ഒത്തിരി ഇഷ്ടമാണ്, നിന്റെ മൊട്ടത്തല കാണുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയാണ്. അത് കേട്ട് മൊട്ടപ്പയ്യനാണെങ്കിൽ ഫുൾ കലിപ്പില് ഇപ്പൊ ഗോകുവിന് നേരെ തിരിയും. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ ആ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞ് മൊട്ടത്തലയനോട് പറയും, നിന്നെയും ഞാൻ എന്റെ ശിഷ്യനാക്കി മാറ്റാം, പക്ഷെ നീ ഈ ഗോകുവിനോടൊപ്പം പോയി ഒരു പെൺകുട്ടിയെ സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ആളുടെ ആഗ്രഹം മുഴുവൻ ഇപ്പോ ആ മൊട്ടപ്പയ്യനോട് പറയും. അവനാണെങ്കിൽ അതിന് ഓക്കെ പറഞ്ഞ് ഇപ്പൊ ഗോകുവിന്റെ
മാസ്റ്ററുടെ കൂടെ ആ മേഘത്തിലേക്ക് കയറാൻ ശ്രമിക്കും. പക്ഷേ അവനാണെങ്കിൽ അതിന് മുകളിൽ കയറാൻ കഴിയാതെ അവൻ താഴേക്ക് വീഴും. അതിന് അപ്പാപ്പനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ എന്തൊക്കെയോ ഞങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഈ ക്ലൗഡിൽ കയറാനായിട്ട് കഴിയാത്തത്. സത്യം പറയും, എന്താണ് ഞങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്? അതിന് അവനാണെങ്കിൽ ഇപ്പോൾ മാസ്റ്ററിനോട് മാപ്പ് പറയും. ആക്ച്വലി ഞാൻ ഇതുപോലുള്ള ഒരുപാട് ബുക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു, പക്ഷെ ഒരെണ്ണം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തന്നതെന്ന് പറഞ്ഞ് ബാക്കി ബുക്കുകൾ ഓരോന്നായിട്ട് അവനിപ്പോൾ മാസ്റ്ററിന് കൊടുക്കും. മാസ്റ്റർ ആണെങ്കിൽ അത് കണ്ട് ഡബിളും ത്രിബിളും ഹാപ്പി ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.